ഞാൻ LDFന് അവർ വോട്ട് കൊടുത്താൽ ഞാൻ തോക്കൂല. അതുകൊണ്ട് ലീഗിനെ തോപ്പിക്കാം, റദ്ദുചാനെ തോപ്പിക്കാണ്ട് കട്ടത്തെടുക്കത്തെ പ്രസംഗിച്ചങ്ങനെ നമുക്ക് വോട്ടുന്ന നമ്മൾ BJPക്ക് വോട്ട് കൊടുത്താൽ BJP ജയിച്ചാൽ മുസ്ലിങ്ങളെല്ലാവരും തെരഞ്ഞു പിടിച്ചു കൊല്ലും. മുസ്ലിങ്ങളെല്ലാവരും തെരഞ്ഞു പിടിച്ചു കൊന്നാൽ നമുക്ക് എല്ലാവർക്കും പ്രതിരോധിക്കാം. റസാഖിന് വോട്ട് കൊടുത്താൽ നമ്മളെ മാത്രം തെരഞ്ഞു പിടിച്ച് തല്ലും, തെരഞ്ഞു പിടിച്ചു കൊല്ലും. പ്രസംഗിച്ചതാ മുലാക്കന്മാർ പരസ്യമായി. പിന്നെ അലാക്കിന് ദ്വാരക്ക സലാത്ത് കൊണ്ടുവരണം, എടുക്ക് കൊണ്ടുപോകാൻ. ഇപ്പൊ സലാത്ത് ഹദിയ ചെയ്യുന്നില്ല, എന്തൊരു അകമ്പതനം. സലാത്ത് ഹദിയ ചെയ്യുന്നില്ല, ഇപ്പൊ കൊണ്ടുപോവുക, പോകുന്ന ആളെയിൽ കൊടുത്തു വിടുക. എവിടെ എത്തി നമ്മളെ നാട്? ദീനിനെ കറന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി. 3400 രൂപക്ക് ഖത്തീബിന്റെ പണിക്ക് വന്നിട്ട് ഇപ്പോൾ 95 ലക്ഷം രൂപന്റെ ബെൻസ് കാറിലാണ് സഞ്ചരിക്കുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതെല്ലാം കറന്നു തന്നെയല്ലേ, വേറെന്തല്ല. 13 ചന്ദ്രപേട്ടയുണ്ട് അതിനൊരു കാലത്ത്. എനിക്ക് ഇന്നോവനായിട്ട് വലിയ കാർ ഇറക്കെടുക്കാൻ പറ്റിയില്ല. പറ്റില്ല, ഞങ്ങളാരും കണ്ട. അപ്പൊ അതുപോലും അതിനേക്കാളും വലുതപ്പോ ഒരു 25 ചന്ദ്രപേട്ടയുള്ള പോലെ അതിപ്പോ സഞ്ചാരം. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. അവസാന ഘട്ടത്തിൽ ലീഗിനെ തോൽപ്പിക്കാൻ വേറെ വഴിയില്ല. അതോടൊപ്പം ഇവിടെ നിന്ന് പോയി മംഗലാപുരത്ത് ഒരു രഹസ്യ കേന്ദ്രത്തെ ചർച്ച ചെയ്ത് അതിൻ്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയും.